ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണ്? ലോക ബഹിരാകാശ വാരമാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇന്നത്തെ ചർച്ച അത് തന്നെ ആയാലോ? ഓക്കെ. ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കാൻ 1999 മുതൽ ആണ് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. 1967 ഒക്ടോബർ 4-നാണ് മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപഗ്രഹം സ്പുട്നിക് 1 വിക്ഷേപിക്കപ്പെട്ടത്. ഗവേഷണങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കുക, അനാരോഗ്യകരമായ പ്രവണതകൾ തടയുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വച്ച ഉടമ്പടി ഔട്ടർ സ്പേസ് ട്രീറ്റി ഒപ്പുവെച്ചത് 1967 ഒക്ടോബർ 10-നായിരുന്നു. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളാണ് അന്ന് ഉടമ്പടിയിൽ ഒപ്പിട്ടത്. എങ്കിൽ ഈ വർഷം ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം 110 രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2019 ലോക ബഹിരാകാശ വാരത്തിലെ വിഷയം ചന്ദ്രൻ നക്ഷത്രങ്ങളിലേക്കുള്ള വാതിൽ എന്നതായിരുന്നു. ഈ വർഷത്തേത് ഉപഗ്രഹങ്ങൾ ജീവിതം മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. ഇനി 2021 വിഷയം ബഹിരാകാശത്തെ വനിതകൾ എന്നായിരിക്കും. ബഹിരാകാശ നിലയങ്ങളുടെ ചരിത്രം ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? 1971 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സല്യൂട്ട് 1 ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം. 23 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് പതിച്ച നിലയത്തിനൊപ്പം അതിലുണ്ടായിരുന്ന 3 യാത്രികരും കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയം സ്കൈലാബാണ്. 1973 മെയ്യിൽ വിക്ഷേപിച്ച നിലയം 1979 ജൂലൈ 11 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു. നിലയത്തെ ഭൂമിയിലെത്തിക്കുന്നതിന് മുമ്പ് അതിലെ താമസക്കാരായിരുന്ന ശാസ്ത്രജ്ഞന്മാരെ റോക്കറ്റിൽ സുരക്ഷിതരായിട്ട് ഭൂമിയിലെത്തിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു നേട്ടമായി. 1986 മുതൽ 2001 വരെ പ്രവർത്തന സജ്ജമായിരുന്ന ബഹിരാകാശ നിലയമാണ് സോവിയറ്റ് യൂണിയൻ്റെ മിർ. ഭ്രമണപഥത്തിൽ വെച്ച് വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിച്ച ആദ്യ നിലയമാണ് ഇത്. 2001 മിറിൻ്റെ പ്രവർത്തനം നിലച്ചു. ഇന്ന് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണ പ്രവർത്തന സജ്ജമായ ഏക സ്പേസ് സ്റ്റേഷനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അമേരിക്ക, റഷ്യ, കാനഡ, ജപ്പാൻ, ബ്രസീൽ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ 6 രാജ്യങ്ങൾ എന്നിവ ചേർന്ന് നിർമ്മിച്ചതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സ്പേസ് ഏജൻസികളായ USA-യുടെ നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, യൂറോപ്പിൻ്റെ ഈസ, ജപ്പാൻ്റെ ജാക്സ, കാനഡയുടെ കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1998 നവംബർ 20-നായിരുന്നു നിലയത്തിൻ്റെ വിക്ഷേപണം. 2011 വരെയാണ് മുഖ്യ നിർമ്മാണങ്ങൾ നടന്നത്. 2024, 2028 വരെയാണ് കാലാവധി. അത് കഴിഞ്ഞാൽ നിലയത്തെ വേർപെടുത്തി പുനരുപയോഗത്തിലൂടെ ഭാവിയിലെ ബഹിരാകാശ സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതുമല്ലെങ്കിൽ ഭ്രമണപഥത്തിൻ്റെ ദിശ മാറ്റിവിട്ടേക്കാം. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തുടരുന്ന നിലയം ഭൂമിയെ ചുറ്റാൻ തുടങ്ങിയിട്ട് 21 വർഷവും 10 മാസവും പിന്നിട്ടു. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങളാൽ നിലയം വീക്ഷിക്കാനാകും. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമാർന്ന വസ്തുവാണിത്. ഭൂമിയിൽ നിന്ന് 330 കിലോമീറ്ററിനും 435 കിലോമീറ്ററിനും ഇടയ്ക്കാണ് നിലയത്തിൻ്റെ സഞ്ചാരപഥം. മണിക്കൂറിൽ 27,600 കിലോമീറ്റർ അഥവാ സെക്കൻഡിൽ 7.66 കിലോമീറ്ററാണ് നിലയത്തിൻ്റെ സഞ്ചാരവേഗം. നിലയം 92.69 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ദിവസം 15.54 തവണ ഭൂമിയെ ചുറ്റുന്നു. 4,19,455 കിലോഗ്രാം ഭാരമുള്ള
ഇതിൻ്റെ നീളം 72.8 മീറ്ററും വീതി 109 മീറ്ററുമാണ്. എങ്കിലും താമസയോഗ്യമായ സ്ഥലത്തിൻ്റെ വ്യാപ്തി 935 ഘനമീറ്റർ മാത്രമാണ്. അതായത് 6 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം മാത്രമാണ് ഇതിലുള്ളത്. 2000 നവംബർ 2 മുതൽ നിലയത്തിൽ മനുഷ്യവാസമുണ്ട്. 54 മനുഷ്യസംഘങ്ങൾ ഇതിനോടകം നിലയം സന്ദർശിച്ചു. 2020 ജനുവരി 25 കണക്ക് പ്രകാരം ഇതുവരെ 227 ബഹിരാകാശ നടത്തങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നിലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കാണ് ബഹിരാകാശ നടത്തം ആവശ്യമായി വരുന്നത്. 205 ബഹിരാകാശ നടത്തങ്ങൾക്ക് നിലയം ഇതുവരെ സാക്ഷിയായി. നിലയത്തിനായി നിക്ഷേപിക്കുന്ന വിഭവശേഷിയെയും ധനശേഷിയെയും അടിസ്ഥാനമാക്കിയാണ് നിലയത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും ഗവേഷകർക്ക് സമയം അനുവദിക്കുന്നത്. 15 രാജ്യങ്ങളാണ് നിലയത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നത്. USA, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയാണ് അവയിൽ മുന്നിൽ. തൊട്ടുപുറകിലാണ് ജപ്പാനും കാനഡയും. ശാസ്ത്രജ്ഞർക്ക് മാസങ്ങളോളം താമസിക്കാനും പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും ഇതിൽ സൗകര്യമുണ്ട്. അമേരിക്കൻ പൗരന്മാരാണ് ഏറ്റവും അധികം തവണ സന്ദർശിച്ചിട്ടുള്ളത്. സൂക്ഷ്മ ഗുരുത്വ ബലം, ജ്യോതിശാസ്ത്രം, ജീവശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ നിലയങ്ങളിൽ ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ബഹിരാകാശ ദൗത്യം തുടങ്ങിയത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കി നോക്കാം. 1975 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണത്തോടെയാണ് ISRO ബഹിരാകാശ ദൗത്യം ആരംഭിച്ചത്. 1975 ഏപ്രിൽ 19 റഷ്യയിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി. 1980 ജൂലൈ 18 ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു രോഹിണി വിക്ഷേപിച്ചത്. GSLV-C, PSLV-C എന്നീ 2 തരം വിക്ഷേപണ വാഹനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥാ പഠനങ്ങൾ എന്നിവയ്ക്കായുള്ള ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് GSLV വിക്ഷേപണ വാഹനങ്ങളാണ്. ഇന്ത്യയുടെ പ്രകൃതി വിവരശേഖരണം, പര്യവേഷണം എന്നിവയ്ക്കായുള്ള IRS ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത് PSLV വാഹനങ്ങളാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് വിക്ഷേപിച്ചവയാണ് കലാംസാറ്റ്, നിയൂസാറ്റ്, പ്രഥം, പിസാറ്റ്, സത്യഭാമാസാറ്റ്, സ്വയം, ശ്രംസാറ്റ്, ജുഗ്നു, സ്റ്റുഡ്സാറ്റ്, അനുസാറ്റ് തുടങ്ങിയവ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹമാണ് കൽപ്പന 1. മെറ്റ്സാറ്റ് 1 എന്നാണ് ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടത്. എങ്കിലും പിന്നീട് കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം അവരുടെ പേര് നൽകുകയായിരുന്നു. ഇന്ത്യയുടെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. ഇൻഡോ ഫ്രഞ്ച് സാറ്റലൈറ്റായ മേഘാട്രോപിക്സ് ജലലഭ്യതയെക്കുറിച്ചും സരൾ സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചും സമുദ്രനിരപ്പിനെക്കുറിച്ചും പഠിക്കാനായും GSAT വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായും വിക്ഷേപിച്ചവയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നന്ദി, നമസ്കാരം.